الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يعظم شعائر الله فإنها من تقوى القلوب. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും അപ്രകാരം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാം മതം, അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഓരോ കാലഘട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവ്യക്തമായ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല. വിശ്വാസകാര്യങ്ങൾ, കർമ്മകാര്യങ്ങൾ, അനുഷ്ഠാന സ്വഭാവ പെരുമാറ്റ ഇടപെടലുകളിലൊക്കെ ഒരു മനുഷ്യൻ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതൊരു സത്യമാണ്, ഒരു വസ്തുതയാണ്. അതിലേക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കാനോ അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താനോ യഥാർത്ഥത്തിൽ ഒരാൾക്കും അധികാരമില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ, കൽപ്പനകളിൽ മാറ്റം വരുത്തുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിൽ ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രാധാന്യം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് കൂടുതൽ മഹത്വമുണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലത് ചിലതിനേക്കാൾ ശ്രേഷ്ഠമാണ്, പുണ്യകരമാണ്, കൂലി പ്രതിഫലം അധികം കിട്ടും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് പോയി പ്രത്യേകം പ്രാർത്ഥന നടത്തിയാൽ ഉത്തരം കിട്ടുന്ന സ്ഥലമായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ചില സമയത്ത് പ്രാർത്ഥിച്ചാൽ പ്രത്യേകം ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചിലതിനേക്കാളൊക്കെ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണമായി, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരുപോലെയാണോ? എല്ലാവർക്കും പവിത്രതയും മഹത്വമുണ്ട്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മ് എന്ന പേരിൽ ചില പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നത് കാണാൻ പറ്റും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഇതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഈസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇവരാണ് ഉലുൽ അസ്മ് എന്ന പ്രവാചകന്മാർ. അവർ ദൃഢനിശ്ചയമുള്ള, മനക്കരുത്തുള്ള, അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട പ്രവാചകന്മാരായി പരിചയപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. എന്ന് മറ്റുള്ളവർ മോശമാണ് എന്ന് അതിനർത്ഥമില്ല. പ്രവാചകന്മാർക്ക് പ്രത്യേകമായ പരിഗണന നൽകിയവരുണ്ട്, അതുപോലെ തന്നെ മഹത്വം പറഞ്ഞ ആളുകളും ഉണ്ട് എന്നതാണ്. അതുപോലെ തന്നെ സ്വഹാബികളുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള പദവികളെ ഉയർത്തപ്പെട്ട ആളുകളെയും കാണാൻ കഴിയും. അതുപോലെ പ്രത്യേക സമയത്തെ, രാത്രിയെ, അതുപോലെ തന്നെ ചില ദിവസങ്ങളെയൊക്കെ അതുപോലെ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നു. സൂചിപ്പിച്ചത് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അതുപോലെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ചില സമയങ്ങളിലൊക്കെ ഇത്തരം സന്ദർഭങ്ങൾ ചില പഠിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, റസൂലുമാരുടെ കൂട്ടത്തിൽ തന്നെ ചില റസൂലുമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ചില പവിത്രത നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, മൻ കല്ലമല്ലാഹ്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച പ്രവാചകരുണ്ട്. അല്ലാഹു തആല നേരിട്ട് സംസാരിച്ച പ്രവാചകന്മാരുണ്ട്. അല്ലാഹു ചില ദറജകളെ, പദവികളെ ഉയർത്തിക്കൊടുക്കാൻ സന്ദർഭങ്ങൾ കൊണ്ട് ചില പ്രവാചകന്മാർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാചകന്മാരുടെ വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ സഹാബികളുടെ കൂട്ടത്തിൽ നമുക്കറിയാം, അശ്റഫുൽ മുബശ്ശിരീൻ 10 ആളുകളെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകിയ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മക്ക എന്ന സ്ഥലത്തെ പ്രത്യേകം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മണ്ണായിരുന്നു എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മക്ക അറിയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യമായ മണ്ണാണ് മക്ക എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മക്ക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ലൈലത്തുൽ ഖദറിന്റെ പവിത്രത നമുക്കറിയാം. ഒരു രാത്രിക്ക് 1000 മാസങ്ങളേക്കാൾ പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച ദിവസങ്ങൾ, ആ ഒരു രാത്രിക്ക് പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. ഇന്ന അഫ്ളല അയ്യാമിക്കും യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ളത്, പവിത്രത, അത് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് പ്രവാചകന്മാർക്ക്, അതുപോലെ സ്വഹാബിമാർക്ക്, ചില സ്ഥലങ്ങൾക്ക്, ചില ദിവസങ്ങൾക്ക്, ചില രാത്രികൾക്ക് ഒക്കെ പ്രത്യേകമായ പവിത്രതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത്? എന്താണ് ഇങ്ങനെ തീരുമാനിക്കാൻ കാരണം? അല്ലാഹു ആലം, നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിവസങ്ങളെ, ചില സമയങ്ങളെ, ചില ആളുകളെ, ചില വ്യക്തികളെ ഇങ്ങനെ പവിത്രമാണ്, അവർക്ക് ചില ദറജകളൊക്കെ ഉയർത്തി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നിലെ രഹസ്യം യഥാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് അറിയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും, അത് മനസ്സിലാക്കുകയും അതിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. നമുക്ക് നമ്മുടെ ബാധ്യത അവിടെ എന്താണ്? ഖുർആൻ പറഞ്ഞത് അല്ലാഹു പരിശുദ്ധമാക്കിയ ചിഹ്നങ്ങളെ, അടയാളങ്ങളെ, സ്ഥലങ്ങളെ, വ്യക്തികളെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതെന്ത് ചെയ്യാം? അതിനെ നമ്മൾ മഹത്വപ്പെടുത്തുക, അതിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുക എന്നതാണ്. അതയാളുടെ ഭക്തിയുടെ അടയാളാണ്, അയാളുടെ മനസ്സിലെ തഖ്വയുടെ ലക്ഷണമാണ് അത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളും അവിടെയാണത്. ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് അതായിരിക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ മാസത്തിൽ, ഒരു പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളത്. അടുത്തൊരു മാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമാക്കിയ, പവിത്രമാണ് എന്നും മഹത്വമുണ്ട് എന്നും പ്രാധാന്യമുണ്ട് എന്നും ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു കൂടുതൽ പ്രതിഫലം നൽകുമെന്നും നല്ല കാര്യങ്ങൾ കൂടുതൽ അനുവർത്തിക്കണമെന്നും ഒക്കെ പഠിപ്പിച്ച മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഖഅദ, ദുൽഹിജ്ജ, അതുപോലെ തന്നെ മുഹറം, റജബ്, ഈ 4 മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം പവിത്രവും പുണ്യവും ഏറെ പ്രധാനവുംപ്പെട്ട മാസങ്ങളാണ്.
അത് അള്ളാഹു ശ്രേഷ്ഠമാക്കി വെച്ച മാസങ്ങളാണ്. യുദ്ധം ഹറാമാക്കിയ മാസമാണ്. ആ മാസങ്ങളിൽ കലഹങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കീർണതകൾ, യുദ്ധങ്ങളൊക്കെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ നിലക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ പുണ്യമായ ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതുപോലെയുള്ളതാകണം എന്നതാണ്. അത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന മാസവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12ആണ്. ആകാശങ്ങളും ഭൂമിയൊക്കെ സൃഷ്ടിച്ച ദിവസം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 12 മാസങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായതാണ്. ദാലിക ദീനുൽ ഖയ്യിം, അത് വക്രതയില്ലാത്ത മതത്തിന്റെ ഭാഗമാണ്. അള്ളാഹ് നിശ്ചയിച്ചതാണ്, ദീനിന്റെ ഭാഗമായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ആരും ഈ മാസത്തില് സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യരുത്, പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, യുദ്ധം ഉണ്ടാക്കരുത്, കലഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അന്നത്തെ അറബികളോടും അന്നത്തെ സമ്പ്രദായങ്ങളെ തിരുത്തിക്കൊണ്ടും ഖുർആൻ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അന്നത്തെ ആളുകൾ ചില മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റക്കുറവ് വരുത്താറുണ്ടായിരുന്നു, യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു. അവർ നിരന്തരമായ യുദ്ധമായിരുന്നു. പക്ഷെ അറബികൾക്കിടയിൽ തന്നെ ഹജ്ജിന്റെ മാസമായാൽ അവരതിൽ കുറച്ച് സൂക്ഷ്മത പാലിക്കാറുണ്ട്. ആ മാസത്തെയാണ് പവിത്രമായ മാസമാക്കിയത്. ഇബ്നു കസീറിനെ പോലെയുള്ള റഹിമഹുല്ല, പ്രഗൽഭരായ മുഫസ്സിറുകൾ, ഇത് ഹജ്ജ് ഒരു പവിത്രമായ ആരാധനയാണല്ലോ, അതിലേക്ക് ആളുകൾ വരുന്ന മാസമാണ് ദുൽഖഅദ. സഞ്ചാരം ആരംഭിച്ച് ദുൽഹിജ്ജയിൽ ഹജ്ജ് നിർവഹിച്ച് മുഹറത്തിൽ അത് തിരിച്ച് യാത്ര പോകുന്ന മാസം എന്നുള്ള നിലക്കൊക്കെ സമാധാനപരമായി, സുരക്ഷിതമായി, സംതൃപ്തമായി, ആ ഒരു ഭയപ്പാടുമില്ലാതെ ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്ന നിലക്കാണ് അള്ളാഹു പവിത്രമാക്കിയത് എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തുള്ള വിശദീകരണങ്ങൾ നമുക്കറിയുകയുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാസങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മൾ ഈ മാസത്തിൽ പ്രത്യേകമായ ഹുറുമത്തുകൾ പാലിക്കേണ്ടതുണ്ട്, പ്രത്യേകമായ നന്മകൾ ചെയ്യേണ്ടതുണ്ട്. ഹറാമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിജറ കലണ്ടർ നോക്കൂ, അതിന് സഹാബികൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഹിജറ കലണ്ടറിൽ ഒന്നാമതായി തെരഞ്ഞെടുത്ത മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ഷഹ്റുല്ല എന്ന് റമളാനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വിശേഷിപ്പിച്ച മാസമാണ് യഥാർത്ഥത്തിൽ മുഹറം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ നോമ്പെടുക്കാൻ വളരെ പ്രാധാന്യത്തോടെ മുഹറം 9ഉം 10ഉം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ച ഒരു മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പല പ്രവാചകന്മാരും പല ആപത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണ ഘട്ടങ്ങളെയൊക്കെ മറികടക്കാൻ അവരെ രക്ഷപ്പെടുത്തിയ മാസവുമാണ് യഥാർത്ഥത്തിൽ മുഹറം എന്ന് പറയുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രളയത്തിന്റെ കെടുതിയിൽ നിന്നും ഒരു കപ്പലിൽ കയറി രക്ഷപ്പെടാനുള്ള മാർഗമൊരുക്കിയതൊക്കെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അതൊരു മുഹറത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ചരിത്രം പരിശോധിക്കുമ്പോൾ അതൊരു മുഹറം മാസത്തിലായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ക്രൂരനായ ഭരണാധികാരിയായിരുന്ന ഫറോവയിൽ നിന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹാബാക്കളും രക്ഷപ്പെട്ടത് ഈ മുഹറം മാസത്തിലായിരുന്നു എന്നതും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. അന അഹഖു ബി മൂസ, ഞാനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏറ്റവും അടുത്തുള്ളവൻ എന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹ്. ജൂതന്മാർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ രക്ഷപ്പെട്ട ദിവസത്തിൽ നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചയുണ്ടായത്. അതുകൊണ്ട് 9ഉം 10ഉം റസൂലുള്ളാഹ് നോൽക്കാൻ വേണ്ടി പ്രത്യേകം കൽപ്പിച്ചത്, സൂചിപ്പിച്ചത് ഈ മാസത്തിന്റെ പുണ്യവും പവിത്രതയും ഒക്കെ ഓർമ്മപ്പെടുത്താനാണ്. മഹത്വമേറിയ ഈ മാസത്തെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ആളുകൾ പലപ്പോഴും ഈ മാസത്തിന്റെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച മഹത്വത്തെ നിരാകരിക്കുന്ന ഒരു പ്രവണത വളർന്നു വരുന്നു എന്നുണ്ട്. വളരെ ഭീതിയോടെ, വളരെ ആശങ്കയോടെ, അതുപോലെ തന്നെ ഒരു നന്മയും ചെയ്യാൻ ഭയക്കുന്ന, നന്മകൾക്ക് തുടക്കം കുറിക്കാൻ പേടിക്കുന്ന, നന്മകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നീട്ടിവെക്കാൻ കൽപ്പിക്കുന്ന ഒരു മാസമായി മുഹറത്തെ കാണുകയാണ്. പവിത്രമായി അള്ളാഹു കണ്ട ഈ മാസത്തെ നമ്മളെങ്ങനെ അശുദ്ധമായി കാണാം? ഇതൊരു മോശം സമയമായി കാണാം, മോശമായ ഒരു ദിവസമായി കാണാം. വലിയ ഗൗരവമല്ലേ? അള്ളാഹു പുണ്യമാണ് എന്ന് പ്രഖ്യാപിച്ച, കൂടുതൽ മഹത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച, നിങ്ങൾ ധാരാളമായി നന്മകൾ ചെയ്യാൻ ബാധ്യതപ്പെട്ട മാസമാണ് എന്ന് പ്രഖ്യാപിച്ച മുഹറത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അശുദ്ധമായി കാണാം. അത് നഹ്സിന്റെ ദിവസമായി കാണാം. എങ്ങനെയാണ് ഈ നഹ്സ് ഇവിടേക്ക് വന്നത്? ആരാണ് ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഇത് ഒന്നും ചെയ്യാൻ പറ്റിയ ദിവസമല്ല എന്ന് പഠിപ്പിക്കപ്പെട്ടത്? യഥാർത്ഥത്തിൽ അതിന്റെ ചരിത്രം ഷിയാക്കളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹിജ്റ 61-ൽ
മുഹറം 10-നാണ് കർബലയിൽ വെച്ച് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖലീഫയായി ഒരുപാട് സേവനമനുഷ്ഠിച്ച അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അതിനിഷ്ഠൂരമായി കൊല്ലപ്പെടുന്നത് നമുക്കറിയാം. അവസാനം മരണത്തിന്റെ ആ സന്ദർഭത്തിൽ പോലും ഒരുപാട് തവണ ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും ഒരു തുള്ളി ദാഹജലം അദ്ദേഹത്തിന് നൽകാൻ വിസമ്മതിച്ച അതിപ്രയാസമുണ്ടാക്കിയ ഒരു സന്ദർഭം ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 30-ലേറെ വെട്ടുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ തല കൊയ്തെടുത്തു. ചരിത്രം നമുക്കറിയാം. അത്തരമൊരു സന്ദർഭത്തെ ഷിയാക്കൾ അവരുടെ വിശ്വാസത്തിലേക്ക് മുഹറം 10-നായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മുഹറം മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ സ്വന്തം ശരീരത്തിൽ മർദ്ദനമേൽപ്പിച്ച്, ശരീരത്തെ പീഡിപ്പിച്ച്, ശരീരത്തെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ച്, രക്തമൊലിപ്പിച്ച് ഈ 10 ദിവസം അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ആ ദിവസത്തെ ഒരു ദുഃഖാചരണത്തോടു കൂടി ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇറാനിലൊക്കെ പ്രത്യേകിച്ചും വ്യാപകമാണ്. പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളിൽ അതുപോലെ തന്നെ ഷിയാ വിശ്വാസ പ്രകാരം ആളുകൾ ചെയ്യാറുണ്ട്. അതിന്റെ ചുവട് പിടിച്ചാണ് പലപ്പോഴും ഈ ഒരു 10 ദിവസം അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന ദിവസമല്ല എന്ന് ആളുകൾക്കിടയിലേക്ക് കടന്നു വന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ മതപരമായി പുണ്യമാണ് എന്ന് വിശ്വസിച്ച് ചെയ്യുന്നതും ഹറാമാണ് എന്ന് കരുതി മാറ്റിവെക്കുന്നതിനുമൊക്കെ പ്രമാണം വേണം എന്നതാണ്. ഖുർആനിൽ അതിന് തെളിവുകൾ വേണം. ഹബീബായ റസൂലുള്ളാഹിന്റെ ചരിത്രം വേണം, ഖൗല് വേണം, ഫിഅ്ല് വേണം, അല്ലെങ്കിൽ ഒരു അനുവാദമെങ്കിലും വേണം. പ്രവാചകന്റെ സഹാബികൾ, ആദ്യകാലത്തെ സഹാബികൾ അപ്രകാരം പ്രവാചകനിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം എന്നതാണ്. അത് നോക്കൂ, പ്രവാചകന്റെ കാലഘട്ടത്തിലും ഇതുപോലെ പ്രവാചകനെ വേദനിപ്പിച്ച എത്ര മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉഹുദ് രണാങ്കണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ടമായി പ്രവാചകൻ അംഗരക്ഷകനായി ഇസ്ലാമിന് താങ്ങും തണലുമായി ഇസ്ലാമിക പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കുന്നതിലൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒക്കെ മരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഉഹുദ് രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു മുമ്പ് ചെയ്ത ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഉമയ്യത്തും അതുപോലെ അബൂ സുഫിയാനും അതുപോലെ അബൂജഹലും അന്നത്തെ ഹിന്ദുമൊക്കെ വഹ്ഷി എന്ന ഒരു അടിമയെ പ്രത്യേകം പരിശീലിപ്പിച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ച് തുളപ്പിക്കുന്ന രീതിയിലുള്ള ചാറ്റുളി പ്രയോഗം നടത്താൻ മാസങ്ങളോളം പരിശീലനം നടത്തി കാത്തിരിക്കുകയായിരുന്നു. അവിടെയാണ് ഉഹുദ് യുദ്ധം വരുന്നത്. ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കണ ഭൂമിയിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് വഹ്ഷി നടക്കുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. വഹ്ഷി ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒരു ഇരുളിന്റെ മറവിൽ നിന്നുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെതിരെ ചാട്ടുളി പ്രയോഗിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു നെഞ്ചകം അത് പിളർത്തി ഹംസ റളിയല്ലാഹു അൻഹു ചലനമറ്റ് വീഴുന്ന രംഗം ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തീർന്നില്ല, അവരുടെ പക അവസാനിച്ചില്ല. വഹ്ഷി ഈ സന്തോഷം അവരുടെ യജമാനിയായ ഹിന്ദിനെ അറിയിക്കുന്നുണ്ട്. ഹിന്ദിനെ തെരഞ്ഞുപിടിച്ച്, ഹിന്ദിന്റെ കൈ പിടിച്ച് ഈ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചലനമറ്റ ശരീരത്തിന്റെ അടുക്കൽ വന്ന് തെരഞ്ഞുപിടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് വഹ്ഷി. അവിടെ ഈ ഹിന്ദ് കൽപ്പിക്കുന്നുണ്ട് വഹ്ഷിയോട് ഹംസ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ ആഞ്ഞാഞ്ഞു വെട്ടാൻ. ഒരുപാട് വെട്ടുകൾ ഹംസ റളിയല്ലാഹുവിന് ഏൽക്കുകയുണ്ടായി. മാത്രമല്ല ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചെവി മുറിച്ചെടുക്കാൻ പറഞ്ഞു, മൂക്ക് ചെത്തിയെടുക്കാൻ പറഞ്ഞു, വിരലുകളൊക്കെ പറിച്ചെടുക്കാൻ പറഞ്ഞു. തീർന്നില്ല അവരുടെ അരിശം. വയറ് കുത്തി പിളർക്കാൻ പറഞ്ഞു. എന്നിട്ട് മാറി പിളർത്തി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ പറിച്ചെടുത്ത് അത് കടിച്ച് തുപ്പി ഹംസ റളിയല്ലാഹുവിന്റെ ശരീരം മുഴുവൻ വികൃതമാക്കിയാണ് അന്ന് ഹിന്ദ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം പക തീർത്തു അവർ. ഹംസ റളിയല്ലാഹു അൻഹു എത്രമാത്രം ഇസ്ലാമിന് സംരക്ഷണം കൊടുത്തോ, അന്നത്തെ അറേബ്യൻ സമ്പ്രദായങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചോ, അന്നത്തെ ആചാരാനുഷ്ഠാനങ്ങളെയും അവർ ചെയ്ത വിഗ്രഹാരാധനയും ഒക്കെ എതിർത്ത് സംസാരിച്ചോ, അതിനൊക്കെ പക തീർക്കുകയായിരുന്നു ആ ഒറ്റ മരണത്തിലൂടെ. പ്രവാചകൻ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും സഹിക്കാനാവാത്ത അത്രയും വേദന പ്രവാചകൻ ആ സമയത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ്. എന്തുകൊണ്ടാണ് പ്രവാചകനെ വിശ്വസിക്കുന്നത്? എന്തിന്റെ പേരിലാണ്? പ്രവാചകനെ ഒരിക്കൽ മർദ്ദിച്ചു, അബൂജഹൽ മർദ്ദിച്ചു എന്ന വാർത്ത കേട്ടാണ് യകാരണമായി എന്റെ പിതൃവ്യപുത്രനെ എന്തിനാണ് മർദ്ദിച്ചത് എന്ന് അബൂജഹലിനെ ചോദ്യം ചെയ്ത് ഞാൻ ഇനിയും മർദ്ദിക്കുമെന്ന് പറഞ്ഞപ്പോ, എങ്കിൽ നീ ഇനി മുഹമ്മദിനെ മർദ്ദിക്കുന്നത് എനിക്കൊന്ന് കാണണം, ഞാൻ മുഹമ്മദിന്റെ മതത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയോടുള്ള
അന്നത്തെ സ്നേഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എല്ലാ കിതാബ് ഓതിയിട്ടല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, ഒരു കാരണമായിരുന്നു. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ആദർശധീരനായി, ഇസ്ലാമിന്റെ പടവാളായി, ഇസ്ലാമിന്റെ സംരക്ഷകനായി, പ്രവാചകന്റെ താങ്ങും തണലുമായി ഇസ്ലാമിന് ഒരുപാട് ധീര സേവനം നടത്തിയ സഹാബിയാണ്. ആ സഹാബിയുടെ മരണത്തിൽ പ്രവാചകൻ ഒരുപാട് വേദനിച്ചു. പിന്നീട് കാലം ഒരുപാട് പിന്നിട്ടു. ഇസ്ലാം മക്ക സാമ്രാജ്യത്തെ കീഴടക്കി. അറേബ്യൻ സാമ്രാജ്യം അതിന്റെ ചെങ്കോൽ ഹബീബായ റസൂലുള്ളാഹിന്റെ കാൽ കീഴിൽ വന്നു. എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഒരുങ്ങി. അന്ന് അബൂ സുഫിയാനും ഹിന്ദുമൊക്കെ വഹ്ശിയുമൊക്കെ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറയുന്നുണ്ട്, വഹ്ശി നീ എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കണം. സദസ്സിൽ ഇരിക്കുമ്പോ പറയും, നീ എന്റെ മുമ്പിലേക്ക് കടന്നു വരരുത്, എന്റെ കൺമറയത്ത് നിന്നെ കണ്ടുപോകരുത്. നിന്നെ കാണുമ്പോ എന്റെ ഹംസയെ ഞാൻ ഓർത്തു പോകുന്നു, അവന്റെ ശരീരത്തെ ഞാൻ കണ്ടുപോകുന്നു എന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ പറയുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എത്രയേറെ സഹാബികൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, വധിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു ആചാരത്തെ, ഒരു അനുഷ്ഠാനത്തെ പ്രവാചകൻ പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഹംസ റളിയല്ലാഹുവിന്റെ വധോശ്രമവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ കൊലയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ ഷഹീദായ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് അത് ദീനിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നഹ്സുകൾ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഇത്തരത്തിലുള്ള ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കടന്നു വരുമ്പോ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഗ്രഹപ്പിഴയെ കുറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ചർച്ച വരുന്നു. ഒരു ഗ്രഹനില നോക്കുക, അതിനനുസരിച്ച് നമ്മൾ ചില സംഗതികൾ ചെയ്യുക, വിവാഹം നിശ്ചയിക്കുക, അതുപോലെ നല്ല കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക. ഗ്രഹനില മുസ്ലിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളിൽ പെട്ടതല്ല. അതുപോലെ കണി കാണുന്ന സമ്പ്രദായം, അതേപോലെ നമ്മളൊരു യാത്രക്ക് പുറപ്പെടുകയാണെങ്കിൽ പുറകെ നിന്ന് വിളിച്ചാൽ അത് അന്നത്തെ യാത്ര മുടക്കുക, അല്ലെങ്കിൽ അതൊരു അശുദ്ധമായി കാണുക. യാത്ര പുറപ്പെട്ട വല്ല അപകടം സംഭവിക്കുമെന്ന് ഭയപ്പെടുക. കൈ ചൊറിഞ്ഞാൽ പ്രത്യേക വിശ്വാസം, കൈയിന്റെ ഉള്ളം കൈ ചൊറിഞ്ഞാൽ, കണ്ണ് ചൊറിഞ്ഞാൽ പ്രത്യേക വിശ്വാസം, കാക്കൊന്ന് കരഞ്ഞാൽ പ്രത്യേക വിശ്വാസം. ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ മറ്റുള്ള ആചാരങ്ങളിൽ നിന്നും മറ്റുള്ള വിശ്വാസങ്ങളിൽ നിന്നുമൊക്കെ കടമെടുത്ത് നമ്മൾ ചെയ്യേണ്ടതില്ല എന്നതാണ്. ഇതിനൊന്നും പ്രമാണമില്ല എന്നതാണ്. പ്രത്യേകിച്ച് മുഹറം, ദുൽഹിജ്ജ പോലെയുള്ള മാസങ്ങൾ, അതിന്റെ സമയങ്ങളൊക്കെ പവിത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാലം ഇന്ന സമയം മോശമായിരുന്നു എന്ന് പറയരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറയാണ്, ലാ തസുബ്ബു ദഹ്റ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, പ്രത്യേക സമയത്തെ ചീത്ത പറയരുത്. എന്റെ സമയം ഭയങ്കര മോശമായിരുന്നു, ഇന്നെ കാരണം കൊണ്ട് ഭയങ്കര മോശമായിരുന്നു എന്ന് കാലത്തെ നിങ്ങൾ പഴി പറയരുത്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നല്ലാഹ അസ്സ വജല്ല ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അനദ്ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത്, ഞാനാണ് കാലമെന്ന് പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഈ സമയവും മാസവും ഇതിന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു കൃത്യമായി കണക്കാക്കി നിശ്ചയിച്ചതാണ് എന്നതാണ് ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. മാസങ്ങളെ തിരിമറി ചെയ്യുക എന്നുള്ളത് ആരുടെ പണിയാണ്? മാസത്തെ ചില മാസങ്ങൾക്ക് മോശമാണെന്ന് പറയാം, ചില മാസങ്ങൾ പുണ്യമല്ലാത്ത മാസത്തെ പുണ്യമാണെന്ന് കൽപ്പിച്ച് അതിൽ പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യാം. ആരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്? ഖുർആൻ പറഞ്ഞു, ചില യുദ്ധമാസങ്ങളെയൊക്കെ ചില ആൾക്കാർക്ക് യുദ്ധം ഇങ്ങനെ നിർത്താൻ ഭയങ്കര മടിയുണ്ടാവും, യുദ്ധം തുടങ്ങിയിട്ടുണ്ടാവും. അന്നത്തെ അറബികളുടെ സമ്പ്രദായതാണ്, യുദ്ധം തുടരണമെന്നുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ഒരു ദുൽഖഅദ മാസത്തിന്റെ മുമ്പിലാണ് ഇത് അവസാനിക്കണമെങ്കിൽ ദുൽഖഅദ മാസത്തെ അവര് ആ പവിത്രത എടുത്തു കളയുക, എന്നിട്ട് അത് പിന്നെ ഏതെങ്കിലും ഒരു മാസം കടം വിട്ടുക. ഇങ്ങനെ ഒരു സമ്പ്രദായം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ചില മാസങ്ങളെ പവിത്രമായി പ്രഖ്യാപിക്കുക, ചില മാസങ്ങളെ പവിത്രത ആ സമയത്ത് എടുത്തു കളയുക, പിന്നീട് 4 മാസങ്ങളെ കണക്കാക്കുക. ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തെ ഖുർആൻ കൃത്യമായി അത് വളരെ മോശമാണ്, അവിശ്വാസികളുടെ പണിയാണ് എന്ന് പറയുന്നുണ്ട്. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ, അവിശ്വാസികൾ അല്ലെങ്കിൽ അവർ അവിശ്വാസത്തിലാണ്, വിശ്വാസികളല്ല. അതുപോലെ ഈ മാസങ്ങളെ ഇങ്ങനെ മാറ്റിമറിക്കുക, നിഷിദ്ധമായ മാസങ്ങളെ അതിനെ പുറകോട്ട് മാറ്റുക, പുറകോട്ടാക്കുക, മുന്നോട്ടാക്കുക. ഈ വിശ്വാസം, ഈ കാര്യങ്ങൾ അവരുടെ കുഫറിന്റെ വർധനവിന്റെ ഭാഗമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, കാഫിരീങ്ങളൊക്കെ എന്താണ്? അവിശ്വാസികളൊക്കെ വഴിപെട്ടിരിക്കുന്നു. യുഹല്ലൂനഹു ആമൻ വയുഹരിമുനഹു ആമ, അവർ ചില വർഷങ്ങളെ ഹലാലാക്കും, ചില വർഷങ്ങളെ ഹറാമാക്കും എന്നതാണ്. അള്ളാഹ് നിഷേധിച്ച മാസങ്ങളെ അവർ ഹലാലാക്കുന്നു, ചിലതിനെ അവർ അള്ളാഹ് ഹറാമാക്കിയ സന്ദർഭത്തെ ഹലാലാക്കുന്നു. ഈ എണ്ണൊക്കെ കണക്കാക്കാൻ വേണ്ടി ചില തട്ടിക്കൂട്ട് പരിപാടികൾ അവർ ചെയ്യുന്നു. എന്നിട്ട് അവർ ചെയ്യുന്നതിന് അവർ ന്യായീകരിക്കുകയും ചെയ്യും.
അവരുടെ പ്രവർത്തനം അവർക്ക് ഭയങ്കര അലങ്കാരമായി തോന്നും. ഞങ്ങൾ ചെയ്യുന്ന ഭയങ്കര പുണ്യമുള്ള പരിപാടിയാണ്, നല്ല റിസൾട്ട് കിട്ടുന്ന പരിപാടിയാണ്. ഇതിന്റെ ഒരു അലങ്കാരത്തിൽപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ തോന്നും. ഖുർആൻ പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അവിശ്വാസികളായ ജനങ്ങളെ അള്ളാഹ് നേർമാർഗത്തിലാക്കൂല എന്നതാണ്. ചില ആളുകൾ മുഹറം നഹ്സായി കണക്കാക്കാം, റബീഉൽ അവ്വൽ വളരെ പുണ്യമായി കണക്കാക്കാം. ഇതൊക്കെ പുണ്യാണെന്ന് പറയാൻ നമ്മളെടുത്ത് തെളിവ് വേണം. ഖുർആൻ പറയണം, അള്ളാഹു കൽപ്പിക്കണം, റസൂലുള്ള കൽപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്താണോ അള്ളാഹ് പഠിപ്പിച്ചത് അത് നമ്മൾ എന്ത് ചെയ്യുക, പാലിക്കുക, കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ്. എന്താണ് പുണ്യം, എന്താണ് പുണ്യമല്ലാത്തത്, ഏതാണ് പവിത്രമായ മാസം, ഏതാണ് ഹറാമായ സമയങ്ങൾ എന്നതൊക്കെ. നമസ്കാരം ചില സമയത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മയ്യത്ത് മറമാടുന്ന ചില സമയത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം ചെറിയ ചെറിയ ചില സാഹചര്യങ്ങൾ മാത്രമാണ് ഇത്തരം സന്ദർഭവും സമയവും ഒക്കെ നിശ്ചിതമായിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. മുഹറം എന്ന് പറയുന്നത് അതിൽ 1 മുതൽ 10 ഈ മാസം മൊത്തമായാലും അത് പവിത്രമായ അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ പുണ്യമുള്ള ഒരു പ്രതിഫലമുള്ള, നമ്മൾ മഹത്വം കൽപ്പിക്കേണ്ട, നന്മകൾ ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സമയവും മാസവുമാണ് എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക. സത്യമായി മനസ്സിലാക്കി നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചും പ്രവാചകന്റെ ജീവിതത്തെ മാതൃകയായി സ്വീകരിച്ചും മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പവിത്രമായ മാസങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് തഖ്വയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹത്വമേറിയ മാസങ്ങളിൽ ആസ്പദമാക്കി നമ്മുടെ നാട്ടിലുള്ള അനാചാരങ്ങളെയൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ തെറ്റുകളിലും ജഹാലത്തിലുമൊക്കെ പെട്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നതുകൊണ്ടാണത്. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ശകുനം നോക്കുക, അതുപോലെ ഇത്തരത്തിലുള്ള ശകുനപ്പിഴകൾ ഉണ്ടാകുക എന്ന വിശ്വാസം ശിർക്കുമായി ബന്ധപ്പെടുത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, മൻ റദ്ദതുഹു തീറത്തു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. മൻ റദ്ദതുഹു തീറത്തു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. ഒരാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അയാൾ പുറപ്പെടുകയാണ്, ഒരു ആവശ്യത്തെക്കുറിച്ച് ആലോചിച്ച് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പൊ തീറത്ത്, ശകുനം എന്ന സംഗതി, ഒരു ശകുനുണ്ട്, അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്, ആ പ്രാവ് പാറിയത് വലത്തോട്ടായിപ്പോയി അല്ലെങ്കിൽ ഇടത്തോട്ടായിപ്പോയി, ഞാൻ ആ പോകുമ്പോൾ മുന്നിൽ കൂടെ ഒരു സാധനം ഓടി, അല്ലെങ്കിൽ ഒരാൾ പുറകുന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ ശകുനമുണ്ട് എന്ന് കരുതി ഒരാളുടെ ഒരാവശ്യം ഒരാൾ മുടക്കിയാൽ, നിർത്തിവെച്ചാൽ ഫഖദ് അശ്റക, അയാൾ ശിർക്ക് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, അറബികൾക്കിടയിൽ ഇങ്ങനെ സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. സ്വഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് മാ കഫാറത്തു ദാലിക. അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് ഒരു ജീവിതത്തിൽ, അങ്ങനെ സംഭവിച്ചു പോയാൽ എന്താ ചെയ്യേണ്ടത്, അതിന്റെ പ്രായശ്ചിത്തം എന്താണ് ചെയ്യേണ്ടത്? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അയ്യഖൂല അഹദുഹും, അങ്ങനെ സംഭവിച്ചു പോയവർ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക. അല്ലാഹുവേ, എല്ലാ നന്മകളും നിന്നിൽ നിന്നല്ലാതില്ല. നമുക്കൊരു നന്മ അല്ലെ, നമുക്കൊരു പരീക്ഷണം ഒക്കെ അള്ളാഹുവിൽ നിന്നല്ലാതെ വേറൊട്ടും തരാനില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാണ്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. പടച്ചോനെ, നീ തരാൻ നിശ്ചയിച്ചതൊന്നും അത് മുടക്കാൻ പിന്നെ ഒരാൾക്ക് കഴിയില്ല. അള്ളാഹ് നിശ്ചയിച്ചാൽ അത് നടക്കും. ആരെങ്കിലും അല്ലെ മുടക്കാൻ വിചാരിച്ചു, അള്ളാഹ് തരാൻ വിചാരിച്ചു, അത് കിട്ടും. അള്ളാഹ് തരാൻ വിചാരിച്ചത് മുടക്കാനും കഴിയില്ല, അതുപോലെ നശിപ്പിക്കാനും കഴിയില്ല. ഇത് അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു വിശ്വാസമാണ്. അത് പറഞ്ഞ പോലെ അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, അല്ലാഹുവേ, നീ ഒരു നന്മ അത് നിന്നിൽ നിന്നല്ലാതെ ഉണ്ടാവില്ല. വലാ ഖൈറ ഇല്ലാ ഖൈറുക, അതുപോലെ തന്നെ ഖൈർ നിന്റെ അടുത്ത് നിന്നല്ലാതെ ഒരു ഖൈറും ഇല്ല, അതിനൊരു യാഥാർത്ഥ്യമില്ല എന്നുള്ള അർത്ഥം. അത് അള്ളാഹ് അങ്ങനെ നമുക്കൊരു മോശം ഒരു പ്രയാസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അതൊരു പക്ഷി പാറിയാലും പാറിയില്ലെങ്കിലും എന്ത് ചെയ്യും, നമുക്കത് വരും എന്നുള്ളതാണ്. എന്നിട്ട് അവസാനിപ്പിച്ചു, വലാ ഇലാഹ ഗൈറുക, പടച്ചോനെ, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വിശ്വാസപരമായ ശിർക്ക് കലർന്നു പോകുന്ന ചില മേഖലകൾ എന്ന നിലയ്ക്ക്
നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം മാസങ്ങൾ പവിത്രമായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകളെയൊക്കെ തിരുത്തി അള്ളാഹുവിനോട് തൗബ ചെയ്ത് നമുക്ക് മടങ്ങാനുള്ള നല്ലൊരു സമയമാണ്. അള്ളാഹു നമ്മുടെ നന്മകൾക്കൊക്കെ കൂടുതൽ പ്രതിഫലം നൽകുന്ന, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയും നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക, കർമ്മങ്ങളിൽ പാകപ്പിഴവുകളുണ്ടെങ്കിൽ തിരുത്തുക, നമ്മുടെ ബന്ധങ്ങളിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുക, കുടുംബ ബന്ധങ്ങളും അതുപോലെ അയൽപക്ക ബന്ധങ്ങളുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം സാധ്യമായ രൂപത്തിൽ ചെയ്യാന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള കുറച്ച് കാര്യത്തിൽ നമുക്കിഷ്ടമുള്ളത് ചെയ്യാം, ബാക്കിയൊക്കെ അള്ളാഹ് പറഞ്ഞ പോലെ അങ്ങനല്ല. എല്ലാത്തിലും നമ്മൾ ഈ സൂക്ഷ്മത പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും വന്നുപോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു മനസ്സ് നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളിൽ മുഴുകിപ്പോകുമ്പോൾ നന്മയിലേക്ക് തിരിച്ചു നടക്കാനുള്ള ഒരു മാനസികാവസ്ഥ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികൾ, നമ്മുടെ ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇഷ്ടപ്പെട്ടവർ, നമുക്ക് താങ്ങും തണലുമായി നിന്നവർ, നമ്മുടെ മഹല്ലുകളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അള്ളാഹുവേ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ. അള്ളാഹുവെ അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സമുദായത്തെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ദീനിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. കാലവിപത്തുകളിൽ നിന്ന്, അള്ളാഹുവെ മാരകമായ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലുമൊക്കെ ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ മാനസികമായി വിഷമിക്കുന്നവർ, സാമ്പത്തികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവർ, അള്ളാഹുവെ ഒരുപാട് ആളുകൾ ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്തവർ, അള്ളാഹുവെ പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. വിഷമങ്ങൾ ഇല്ലാതാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ധാരാളം സദുദ്ദേശങ്ങളോടുകൂടി നിന്നോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വീട് വെക്കുന്ന വിഷയത്തിൽ, ജോലിയുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ വിവാഹം നടക്കാനുള്ള വിഷയത്തിൽ ഒരുപാട് സദുദ്ദേശങ്ങളോടെ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. അള്ളാഹുവെ എല്ലാവരുടെയും സദുദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. اللهم اغفر لنا يا غافر المذنبين. اللهم ارحم لنا يا أرحم الراحمين. اللهم ارزق لنا يا خير الرازقين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.